damping provided in permanent magnet moving coil instrument? Options are option A, air friction damping, option B, fluid friction damping, option C, eddy current damping, and option D, none of the above. അതായത് ഏത് ഡാമ്പിംഗ് ആണ് നമ്മൾ PMMC ഇൻസ്ട്രുമെന്റ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് ഇവിടെ ക്വസ്റ്റിനെ ചോദിച്ചിരിക്കുന്നത്. ഈ ഡാമ്പിംഗ് എന്തിനാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? അതായത് നമുക്കറിയാം ഒരു ഇൻസ്ട്രുമെന്റിന്റെ പോയിന്റർ, ആ പോയിന്ററെ അതിന്റെ ഫൈനൽ പൊസിഷനിൽ അതിനെ സ്റ്റഡി ആയിട്ട് ആ റെസ്റ്റിലോട്ട് കൊണ്ടുവരുന്ന ആ ഫോഴ്സ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് നമ്മുടെ ഡാമ്പിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് നമ്മുടെ ഒരു ഇൻസ്ട്രുമെന്റിൽ 3 ഫോഴ്സസ് ആണ് നമുക്കുള്ളത് അല്ലേ? എന്താണ്? ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ഉണ്ടാവും, ഒരു കൺട്രോളിംഗ് ഫോഴ്സ് ഉണ്ടാവും, ഒരു ഡാമ്പിംഗ് ഫോഴ്സ് ഉണ്ടാവും. ഈ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ആണ് ആ പോയിന്ററിനെ അതിന്റെ 0 പൊസിഷനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യിക്കുന്നത്. ദെൻ ഈ പോയിന്റർ ആ ഒരു ഓപ്പറേറ്റിംഗ് ഫോഴ്സിന് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സിനെയാണ് നമ്മൾ കൺട്രോളിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. സോ പോയിന്റർ കംസ് ടു റെസ്റ്റ് വെൻ ഓപ്പറേറ്റിംഗ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു ദ കൺട്രോളിംഗ് ഫോഴ്സ്. അല്ലെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സും നമ്മുടെ ഓപ്പോസിംഗ് ഫോഴ്സും അല്ലെങ്കിൽ നമ്മുടെ കൺട്രോളിംഗ് ഫോഴ്സും ഈക്വൽ ആവുന്ന ഒരു കണ്ടീഷനിലാണ് ഇത് സംഭവിക്കുന്നത്. നമ്മുടെ പോയിന്റർ ആ പോയിന്റിലായിരിക്കും നമ്മുടെ പോയിന്റർ വന്ന് നിൽക്കുന്നത്. ഇനി ആ പോയിന്റർ ആ ഫൈനൽ പോയിന്റിൽ വന്ന് നിൽക്കുമ്പോൾ അതിൽ കുറച്ച് ഓസിലേഷൻസ് ഉണ്ടാവില്ലേ? ആ ഓസിലേഷൻസ് ഡാമ്പ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? ഈ ഡാമ്പിംഗ് ടോർക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മെയിൻ ആയിട്ടും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാമ്പിംഗ് ഉണ്ട് നമുക്ക്. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്, എഡ്ഡി കറന്റ് ഡാമ്പിംഗ് അങ്ങനെ പറഞ്ഞ് കുറച്ച് ടൈപ്സ് ഓഫ് ഡാമ്പിംഗ് ഉണ്ട്. ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് PMMC ഇൻസ്ട്രുമെന്റിൽ യൂസ് ചെയ്യുന്ന ഏതാണെന്നാണ്. അതായത് PMMC ഇൻസ്ട്രുമെന്റിൽ നോർമലി കമ്പയർ ടു MI ആൻഡ് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ PMMC ഇൻസ്ട്രുമെന്റിൽ ഫ്ലക്സ് ഡെൻസിറ്റിയുടെ വാല്യൂ കുറച്ച് ഹയർ ആണ്. സോ ഫ്ലക്സ് ഡെൻസിറ്റിയുടെ വാല്യൂ ഹയർ ആയതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് എഡ്ഡി കറന്റ് ഡാമ്പിംഗ് ആണ്. അതായത് എഡ്ഡി കറണ്ട് കൊണ്ട് ഉണ്ടാവുന്ന ഒരു ഈ എഡ്ഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഫ്ലക്സ് നമ്മുടെ മെയിൻ ഫ്ലക്സിന് അത്ര ചേഞ്ച് വരത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ ഫ്ലക്സിന്റെ വാല്യൂ കമ്പാരിറ്റീവ്ലി ഹയർ ആണ്. അതുകൊണ്ട് നമ്മൾ PMMC ഇൻസ്ട്രുമെന്റിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എഡ്ഡി കറന്റ് ഡാമ്പിംഗ് ആയിരിക്കും. അലുമിനിയം ഫോർമറിൽ നമുക്കറിയാം ഇവിടെ PMMC ഇൻസ്ട്രുമെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ അലുമിനിയം ഫോർമർ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അലുമിനിയം ഫോർമറിലാണ് ഈ എഡ്ഡി കറന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ എഡ്ഡി കറണ്ട് കൊണ്ട് നമ്മളൊരു ഡാമ്പിംഗ് ടോർക്ക് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എഡ്ഡി കറന്റ് ഡാമ്പിംഗ് എന്ന് പറയുന്നത്. സോ എഡ്ഡി കറന്റ് ഡാമ്പിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മുടെ സിസ്റ്റത്തിൽ ഓൾറെഡി ഫ്ലക്സ് ഡെൻസിറ്റിയുടെ വാല്യൂ ഹയർ ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ മാത്രമേ നമുക്ക് എഡ്ഡി കറന്റ് ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ PMMC ഇൻസ്ട്രുമെന്റിൽ എഡ്ഡി കറന്റ് ഡാമ്പിംഗ് യൂസ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ MI ഇൻസ്ട്രുമെന്റിലോട്ടൊക്കെ പോകുമ്പോൾ അവിടെ ഈ ഫ്ലക്സ് ഡെൻസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് പുവർ ആയിരിക്കും, കുറവായിരിക്കും കമ്പയർ ടു നമ്മുടെ PMMC ഇൻസ്ട്രുമെന്റ്. സോ അത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് ഒരിക്കലും എഡ്ഡി കറന്റ് ഡാമ്പിംഗ് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എഡ്ഡി കറണ്ട് കൊണ്ടുവന്ന ഫ്ലക്സ് നമ്മുടെ മെയിൻ ഫ്ലക്സിനെ ഡിസ്റ്റോർട്ട് ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ എവിടെയാണോ ഫ്ലക്സ് ഡെൻസിറ്റി കുറവ് അത്തരം സിറ്റുവേഷൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങും ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്ങും. ഓക്കെ, സോ നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് PMMC ഇൻസ്ട്രുമെന്റിൽ യൂസ് ചെയ്യുന്ന ഏതാണ്? PMMC ഇൻസ്ട്രുമെന്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് എഡ്ഡി കറന്റ് ഡാമ്പിംഗ് ആയിരിക്കും. ഓക്കെ, next question. The conductor used for stator winding of an induction motor. Option A steel, option B silver, option C lead and option D copper. നമ്മുടെ ഒരു ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്റ്റേറ്റർ വൈൻഡിങ്ങിൽ ഏത് മെറ്റീരിയൽ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഒരു ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്റ്റേറ്ററിൽ നമ്മളൊരു 3 phase വൈൻഡിങ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ? ആ 3 phase വൈൻഡിങ്ങിലോട്ട് നമ്മളൊരു 3 phase സപ്ലൈ കൊടുക്കുമ്പോൾ നമുക്കൊരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. ആ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ റോട്ടർ കണ്ടക്ടേഴ്സിനെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ അതിനകത്തൊരു EMF ഇൻഡ്യൂസ് ചെയ്തു. അത് ലെൻസസിലോ അനുസരിച്ച് ആ കോഴ്സിനെ ഒപ്പോസ് ചെയ്യാൻ നോക്കും അല്ലേ? സോ അങ്ങനെ ആണ് നമ്മുടെ അങ്ങനെ റോട്ടറിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്ത് ആ റോട്ടർ സെൽഫ് സ്റ്റാർട്ടിങ് ആവും അല്ലേ? സോ അങ്ങനെയാണ് നമ്മുടെ ഇൻഡക്ഷൻ മോട്ടർ വർക്ക് ചെയ്യുന്നത്. സോ ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്റ്റേറ്റർ വൈൻഡിങ് ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് കോപ്പർ ആയിരിക്കും. നമ്മുടെ നോർമൽ കോപ്പർ തന്നെയായിരിക്കും നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? നമ്മുടെ ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്റ്റേറ്റർ വൈൻഡിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും, കോപ്പർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെന്റ് ഈസ് യൂസ്ഡ് ടു മെഷർ ദ ഇൻസുലേഷൻ റെസിസ്റ്റൻസ്? സോ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യേണ്ട സാഹചര്യങ്ങളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മെഗർ എന്ന് പറയുന്നത്. സോ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് പോലെയുള്ള ഹൈ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത് ഏതാണ്? മെഗർ ആണ്. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി മെഗർ ആയിരിക്കും. മൾട്ടിമീറ്റർ വെച്ച് നമ്മൾ എന്താണ് വേരിയസ് ഇലക്ട്രിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അത് വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് പോലുള്ള. ഇവിടെ വോൾട്ട് മീറ്റർ നമ്മൾ വോൾട്ടേജ് മെഷർ ചെയ്യും, വാട്ട് മീറ്റർ എന്ന് പറയുന്നത് നമ്മൾ പവർ മെഷർ ചെയ്യും. സോ നമ്മൾ ഇൻസുലേഷൻ റെസിസ്റ്റൻസ് മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഏതായിരിക്കും? മെഗർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. Next question, which of the following motor is used as a traction motor? So traction motor നമ്മുടെ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഓപ്ഷൻ എ ഷണ്ട് മോട്ടർ, ഓപ്ഷൻ സി സ്ക്യൂറൽ ഗേജ് ഇൻഡക്ഷൻ മോട്ടർ, ഓപ്ഷൻ ബി സീരീസ് മോട്ടർ ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതാണ്? ഏത് മോട്ടറാണ് നമ്മൾ ട്രാക്ഷൻ മോട്ടറായിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം ട്രാക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രെയിൻ പോലുള്ളൊരു ഹ്യൂജ് മാസിനെയാണ് നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടത്? ആക്സലറേറ്റ് ചെയ്യേണ്ടത് അല്ലേ? സോ ട്രെയിനിന്റെ ഹ്യൂജ് മാസിനെ ആക്സലറേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം? ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോട്ടർ ആയിരിക്കും നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ടത്.
സോ നമ്മളൊരു സീരീസ് മോട്ടറിന്റെ കേസിൽ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ടോർക്ക് എന്ന് പറയുന്നത് ഈസ് പ്രൊപ്പോർഷണൽ ടു 5 ഇൻറ്റു IA ആണ് അല്ലേ. സോ സീരീസ് മോട്ടറിന്റെ കേസിൽ നമുക്കറിയാം നമ്മുടെ ആർമേച്ചറിന് സീരീസ് ആയിട്ടാണ് നമ്മൾ ഏത് കണക്ട് ചെയ്യുന്നത്, നമ്മുടെ സീരീസ് ഫീൽഡ് വൈൻഡിങ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. നമ്മൾ സപ്ലൈ കൊടുക്കുന്നു, ഒരു ആർമേച്ചർ കറണ്ട് ഫ്ലോ ചെയ്യുന്നു. സോ ആർമേച്ചറിന് സീരീസ് ആയിട്ടായിരിക്കും നമ്മൾ നമ്മുടെ ഫീൽഡ് വൈൻഡിങ് കണക്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സീരീസ് മോട്ടർ എന്ന് പറയുന്നത്. സോ സീരീസ് മോട്ടറിൽ എൻ്റെ ഫീൽഡിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് എന്താണ്? എൻ്റെ ആർമേച്ചർ കറണ്ട് തന്നെയാണ് അല്ലേ. സോ ടോർക്ക് എന്ന് പറയുന്നത് എങ്ങനെയാവും? ടോർക്ക് എന്ന് പറയുന്നത് ഇസ് പ്രൊപ്പോർഷണൽ ടു IA സ്ക്വയർ ആവും. അതായത് ആർമേച്ചർ കറണ്ടിന്റെ സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ് എൻ്റെ ടോർക്ക് എന്ന് പറയുന്നത്. സോ സ്റ്റാർട്ടിംഗ് ടോർക്ക്, ഒരു സീരീസ് മോട്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് ടോർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഭയങ്കര ഹൈ ആയിരിക്കും. സോ നമ്മൾ ട്രാക്ഷൻ്റെ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ട്രെയിൻ പോലുള്ള ഒരു ഹ്യൂജ് മാസിനെ എനിക്ക് അവിടെ ആക്സലറേറ്റ് ചെയ്യിച്ചെടുക്കണം അല്ലേ. സോ ഈ ഒരു മെഷീനെ അല്ലെങ്കിൽ ട്രെയിനിനെ എനിക്ക് ആക്സലറേറ്റ് ചെയ്യിക്കണമെങ്കിൽ, ആക്സലറേറ്റ് ചെയ്യിച്ച് അതിൻ്റെ റേറ്റഡ് സ്പീഡിലോട്ട് എത്തിക്കണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യണം? ഒരു ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു മോട്ടർ ആയിരിക്കണം എനിക്ക് അവിടെ യൂസ് ചെയ്യേണ്ടത്. നമ്മളൊരു DC ഷണ്ട് മോട്ടറിൻ്റെ കേസിൽ നോക്കുവാണെങ്കിൽ അവിടെ ടോർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം 5 കോൺസ്റ്റന്റ് ആണ് ഷണ്ട് മോട്ടറിൽ. സോ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു I ആണ്. പക്ഷേ സീരീസ് മോട്ടറിൽ നോക്കുമ്പോൾ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു IA സ്ക്വയർ ആണ്. സോ നമ്മൾ എന്ത് സംഭവിക്കും? ട്രാക്ഷനിൽ നമ്മൾ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്കുള്ള ഏത് മോട്ടർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്? സീരീസ് മോട്ടർ ആയിരിക്കും. DC സീരീസ് മോട്ടർ ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമ്മുടെ ആൻസർ ഏതായിരിക്കും? സീരീസ് മോട്ടർ. ഓപ്ഷൻ ബി സീരീസ് മോട്ടർ ആയിരിക്കും നമ്മുടെ ആൻസർ. ഷണ്ട് മോട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല, കാരണം ഷണ്ട് മോട്ടറിൽ എന്താണ്? ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു നമുക്കറിയാം 5 ഇൻറ്റു I ആണ്. ഷണ്ട് മോട്ടറിന്റെ കേസിൽ എന്താണ്? നമുക്കറിയാം 5 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലേ. സോ 5 കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഷണ്ട് മോട്ടറിന്റെ കേസിൽ ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു IA വരുന്നുള്ളൂ. അതായത് ആർമേച്ചർ കറണ്ടിന് പ്രൊപ്പോർഷണൽ ആണ് ടോർക്ക് എന്ന് പറയുന്നത് ഷണ്ട് മോട്ടറിൽ. പക്ഷേ സീരീസ് മോട്ടറിലോട്ട് വരുമ്പോൾ എന്താണ്? ടോർക്ക് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ആർമേച്ചർ കറണ്ടിന്റെ സ്ക്വയർ ആണ്. സോ കൂടുതൽ സ്റ്റാർട്ടിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ സീരീസ് മോട്ടറിനാണ്. അതുകൊണ്ട് നമ്മൾ ട്രാക്ഷൻ ഏത് യൂസ് ചെയ്യും? സീരീസ് മോട്ടർ യൂസ് ചെയ്യും. കാരണം ട്രെയിൻ പോലുള്ള ഹ്യൂജ് മാസിനെ ആക്സലറേറ്റ് ചെയ്ത് അതിൻ്റെ റേറ്റഡ് സ്പീഡിൽ എത്തിക്കണമെങ്കിൽ നമുക്ക് ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് വേണം. സോ ഹൈ സ്റ്റാർട്ടിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് സീരീസ് മോട്ടറിനാണ്. ഓക്കെ, നമ്മുടെ ആൻസർ is ഓപ്ഷൻ ബി സീരീസ് മോട്ടർ. Next question, the type of instrument to be used for measuring DC quantities only. Options, option A moving iron instrument, option B dynamometer instrument, option C induction instrument, option D permanent magnet moving coil instrument. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? DC ക്വാണ്ടിറ്റി മാത്രം മെഷർ ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം മൂവിങ് അയൺ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് വെച്ചിട്ട് ഏത് പറ്റും? എനിക്ക് AC-യിലും DC-യിലും യൂസ് ചെയ്യാൻ പറ്റും. ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് സിമിലർലി എനിക്ക് എന്ത് പറ്റും? AC-യിലും അതുപോലെ തന്നെ എനിക്ക് DC-യിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഡൈനാമോമീറ്റർ ടൈപ്പ് ഇൻസ്ട്രുമെന്റ് എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ ഇൻസ്ട്രുമെന്റ് എനിക്ക് എവിടെ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? AC-യിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ലാസ്റ്റ് നമ്മുടെ പെർമനന്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ്, അതായത് PMMC ഇൻസ്ട്രുമെന്റ് നമുക്ക് എവിടെ മാത്രമേ പറ്റുള്ളൂ? DC-യിൽ മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അവിടെ ഉണ്ടാകുന്ന ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്, നോട്ട് കറണ്ട് സ്ക്വയർ. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് പ്രൊപ്പോർഷണൽ ടു കറണ്ട് ആണ്. അതുകൊണ്ട് നമുക്ക് ഏതാണ്? പെർമനന്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ്സ് എവിടെ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ? DC-യിൽ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത് ഏതിന് പ്രൊപ്പോർഷണൽ ആണ്? കറണ്ടിന് പ്രൊപ്പോർഷണൽ ആണ്. ബാക്കി എല്ലാ കേസിലും കറണ്ട് സ്ക്വയറിന് പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് നമുക്ക് AC-യിലും DC-യിലും യൂസ് ചെയ്യായിരുന്നു. ഇവിടെ നമുക്ക് AC-യിൽ മാത്രമാണ് നമുക്ക് ഈ ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നമ്മുടെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്തായിരിക്കും? DC ക്വാണ്ടിറ്റീസ് മാത്രം മെഷർ ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെന്റ് ഏതായിരിക്കും? പെർമനന്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ് ആയിരിക്കും. സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആയിരിക്കും. ഓക്കെ.